ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിനി 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് എക്സാമാണ് അടുത്തത് വരാനുള്ളത്. അപ്പോൾ നമുക്ക് ആഡ് മോർ ലൈൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട്, ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഡോഗ് ആൻഡ് വാട്ട് വിൽ ഇറ്റ് സേ. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ഡോഗിനെ കാണുകയാണെങ്കിൽ ഡോഗ് എന്താ ചെയ്യുക? ഡോഗ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇങ്ങനത്തെ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ബൗ വൗ ബൗ വൗ അല്ലേ? ബൗ വൗ ആണ് ഡോഗ്, അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കളത് മനസ്സിലാക്കി വെക്കുക, എഴുതി പഠിക്കുകയും ചെയ്യട്ടോ. ഡോഗ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? ബൗ വൗ എന്നാണ്. അടുത്ത എന്താണ്? ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഫ്രോഗ് ആൻഡ് വാട്ട് വിൽ ഇറ്റ് സേ. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രോഗിനെ മീറ്റ് ചെയ്തു, കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും ഫ്രോഗ് പറയുക? ക്രോക്ക് 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 അല്ലേ? എങ്ങനെയാണ് ഫ്രോഗ് സൗണ്ട് ഉണ്ടാക്കുക? ക്രോക്ക് ക്രോക്ക് എന്നാണല്ലേ. അപ്പോൾ മക്കളിത് നന്നായിട്ട് എഴുതി പഠിക്കുക. ചിലപ്പോൾ അത് മാച്ച് ചെയ്യാനോ, ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതുപോലെ ഇനിയും ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് എടുത്തെഴുതാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മക്കളിത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡോഗാണെങ്കിൽ ബൗ വൗ ബൗ വൗ എന്നായിരിക്കും. ഫ്രോഗാണെങ്കിൽ ക്രോക്ക് 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 എന്നായിരിക്കും. അത് എഴുതി പഠിക്കട്ടോ. അടുത്ത എന്താണ്? ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ റൂസ്റ്റർ വാട്ട് വിൽ ഇറ്റ് സേ. റൂസ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ലേ? മ്യാവ് എന്ന ചാപ്റ്ററിൽ റൂസ്റ്ററിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ റൂസ്റ്റർ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? എങ്ങനെയായിരിക്കും മക്കളെ? ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ റൂസ്റ്റർ വാട്ട് വിൽ ഇറ്റ് സേ. എങ്ങനെയായിരിക്കും റൂസ്റ്റർ സൗണ്ട് ഉണ്ടാക്കുന്നത്? കൊക്ക ഡൂഡിൽ ഡു. എങ്ങനെയാണ്? കൊക്ക ഡൂഡിൽ ഡു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കൊക്ക ഡൂഡിൽ ഡു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂസ്റ്റർ എങ്ങനെയാണ് ശബ്ദം? റൂസ്റ്റർ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമുക്ക് എന്താ പറയുക? കൊക്ക ഡൂഡിൽ ഡു. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കട്ടോ. കൊക്ക ഡൂഡിൽ ഡു എന്ന് എഴുതിയിട്ട് കുറച്ച് 5-6 പ്രാവശ്യം എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് ചോദിക്കും. ഇതേപോലെ ലൈൻസ് ആഡ് ചെയ്യാനോ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആയിരിക്കും ചോദിക്കുക. അടുത്ത എന്താണ്? ഹണി ബി. ഹണി ബി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കാം? ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഹണി ബി വാട്ട് വിൽ ഇറ്റ് സേ. എന്തായിരിക്കും? സ് എന്ന സൗണ്ടാണ് അല്ലേ ഉണ്ടാക്കുക. ഇങ്ങനത്തെ സൗണ്ടാണ് ഉണ്ടാക്കുക, സ് എന്ന സൗണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡോഗ് ആണെങ്കിൽ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? പൗ വാവ് എന്നാണ്. ഫ്രോഗ് ആണെങ്കിൽ ക്രോക്ക് ക്രോക്ക് എന്നാണ്. പിന്നെ എന്താ പഠിച്ചത്? റൂസ്റ്റർ ആണല്ലേ. റൂസ്റ്റർ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? കൊക്ക ഡൂഡിൽ ഡു. കൊക്ക ഡൂഡിൽ ഡു. ഇപ്പോൾ എന്താണ്? ഹണി ബീൻ്റെത് നോക്കി. ഇനി നെക്സ്റ്റ് എന്താണ്? കാറ്റാണ്. ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ കാറ്റ് ആൻഡ് വാട്ട് വിൽ ഇറ്റ് സേ. കാറ്റ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? മ്യാവ് മ്യാവ് അല്ലേ? അത് മക്കൾ നന്നായിട്ട് അറിയാം. നമ്മുടെ ചാപ്റ്ററുടെ പേര് എന്താണ്? മ്യാവ് എന്നാണല്ലേ. അപ്പം മ്യാവ് മ്യാവ്. ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ കാറ്റ് വാട്ട് വിൽ ഇറ്റ് സേ? മ്യാവ് മ്യാവ്. അപ്പോൾ മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞാൽ കാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ടാണല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. മക്കൾക്ക് അത് അറിയാം, പക്ഷേ എഴുതാനും കൂടി പഠിക്കട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ആനിമൽസിൻ്റെ സൗണ്ട്സും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എക്സാമിന് ചോദിച്ച് എഴുതാം. അടുത്ത എന്താണ്? ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ മൗസ് ആൻഡ് വാട്ട് വിൽ ഇറ്റ് സേ. മൗസ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? മൗസ് പറഞ്ഞ എലിയാണല്ലേ. എലി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? പിപ്പ് 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 എന്നാണ്. എങ്ങനെയാണ്? പിപ്പ് പിപ്പ് പിപ്പ്. അപ്പോൾ ഇതും കൂടി പഠിക്കുക. ഒരു മൗസിനാണ് നമ്മൾ കാണുന്നതെങ്കിൽ മൗസ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? വാട്ട് വിൽ ഇറ്റ് സേ എങ്ങനെയാണ് പറയുക? പിപ്പ് 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 എന്നാണല്ലേ. അപ്പോൾ ഇതും കൂടി പഠിക്കട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഡോഗ് ആണെങ്കിൽ ബൗ വൗ എന്നായിരിക്കും. ഫ്രോഗ് ആണെങ്കിൽ ക്രോക്ക് ക്രോക്ക് എന്നാണ്. പിന്നെന്താണ്? ഹണി ബീസ് എന്നാണ്. എല്ലാം നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആനിമൽസിൻ്റെ സൗണ്ടും നിങ്ങൾ എന്തായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.